റാം, ഇതെന്ത് പറ്റി? ചട്നി ആയത് എങ്ങനെയാ? ഓ ഷിറ്റ്, ഇതെപ്പോ സംഭവിച്ചു? ഒരു മിനിറ്റ് നിൽക്ക്. സീത, ഇറ്റ്സ് ഓക്കെ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്തോളാം. നീ ഒന്ന് അടങ്ങന്റെ രാമ. ഓക്കെ. സീത, ഓഫീസിലെ വാഷ്റൂമിൽ നിന്ന് ഞാൻ ക്ലീൻ ചെയ്തോളാം. അതെന്താ? ഇതുപോലും ചെയ്യാനുള്ള അധികാരം എനിക്കില്ലേ? ഉണ്ട്. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാൻ ജീവനിൽ. സീതാരാമ, ഓ സീതാരാമ. രാം സാറേ, ശ്രീരാമേട്ടന്റെ നിശ്ചയത്തിന് നിങ്ങൾ വരില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ്. നാളെ ഏട്ടന്റെ വിവാഹ നിശ്ചയം. നിങ്ങൾ വരുവാണെങ്കിൽ വീട്ടുകാർക്കൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുണ്ട്. അഞ്ജു, എന്റെ ജോലി ശരിയായാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എല്ലാവരും കണ്ടോളാം. അതുവരെ എന്നെ അങ്ങോട്ട് വിളിക്കരുത് പ്ലീസ്. അഞ്ജു, നിന്റെ ചേട്ടന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ അല്ലേ? ഇനി അങ്ങോട്ട് നീ അങ്ങ് ബിസി ആയിരിക്കും അല്ലേ? എന്നെ മറന്നു കളയില്ലല്ലോ അല്ലേ? നിങ്ങളെ എനിക്ക് മറക്കാൻ കഴിയോ? എന്നും കാണുന്നുണ്ട്. എത്രയോ നേരം നമ്മൾ രണ്ടും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നാലും അഞ്ജു, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഈ ലോകത്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. നീ എപ്പോഴാണോ എന്നെ മറക്കുന്നത്, ആ നിമിഷം എന്റെ ശ്വാസം നിലയ്ക്കും. രാം സാറേ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. ഭാര്യയും ഭർത്താവും ആകുന്നതിലും ഇങ്ങനെ പ്രേമിച്ച് നടക്കുന്നതിലും വ്യത്യാസമില്ല അഞ്ജു. ഇപ്പം നമുക്കിടയിൽ ഒരു അകലമൊക്കെ ഇല്ലേ? പക്ഷെ ഭാര്യയും ഭർത്താവും ആവുമ്പോ അകന്നാലും അടുത്തുണ്ടാവും. ശരിയല്ലേ? ഭാര്യയും ഭർത്താവും ആയ പിന്നെ അകന്ന് നിൽക്കുന്ന എന്തിനാ? അല്ല, നമ്മളിപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടല്ലോ. എന്നാലും അഞ്ജു, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നീ എന്നിൽ നിന്നും അകന്നു പോവാതിരിക്കാൻ എന്റെ മുമ്പിൽ ഈ ഒരു വഴിയേ ഉള്ളൂ അഞ്ജു. രാം സാറേ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? രാം സാർ, ഇതൊക്കെ തെറ്റാ. വിട്, എന്നെ വിടാനാ പറഞ്ഞേ. എന്നെ വിട് രാം സാറേ, പ്ലീസ്. രാം സാറേ, നിങ്ങളിത് എന്താ രാം സാറ് ചെയ്തത്? അഞ്ജു, നീയാണ് എന്റെ എല്ലാം അഞ്ജു. നീ എന്നെ വിട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇനി അങ്ങോട്ട് നമ്മൾ അകന്ന് നിൽക്കില്ല അഞ്ജു, അകന്ന് നിൽക്കില്ല. ഐ ആം സോറി. തെറ്റാ രാം സാറ് നിങ്ങൾ ചെയ്തത്. എന്നോടൊരു വാക്ക് പോലും പറയാതെ നിങ്ങൾ ഈ താലി കെട്ടിയത് വലിയ തെറ്റാ. വീട്ടുകാരോട് പറഞ്ഞ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കല്യാണം നടക്കേണ്ടിയിരുന്നത്. ഇതാരും ഒരു കല്യാണമായിട്ട് അംഗീകരിക്കില്ല. ഞാനിതൊരു കല്യാണമായിട്ട് സമ്മതിക്കില്ല രാം സാറേ. അഞ്ജു, നിനക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി അഞ്ജു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല അഞ്ജു. നാളെയാണ് നിശ്ചയം. നിങ്ങൾ വന്നേ പറ്റൂ. നിങ്ങൾ വന്ന എല്ലാവർക്കും നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാം. എന്തു പറ്റി രാം സാറേ? അവർക്ക് എൻഗേജ്മെന്റ്, നമുക്കോ
രാം തോന്നലാണെന്നോ? തോന്നലാണെന്ന് പറഞ്ഞോ? തോന്നലാണെന്ന് പറഞ്ഞത് എന്നെയാ. അതെന്താണെന്ന് അഞ്ജു? എന്റെയും നിന്റെയും കല്യാണം കഴിഞ്ഞു, അങ്ങനെ ഒരു സ്വപ്നം കണ്ടതാ. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. കണ്ടോ, സൂര്യൻ ഒച്ചയിൽ നിൽക്കുമ്പോഴാ സ്വപ്നം. ആ സ്വപ്നം എന്താണെന്നറിയോ അഞ്ജു? ഞാൻ നിന്റെ കഴുത്തിൽ ഇങ്ങനെ താലി കെട്ടി, അത് ഇവിടെ ദാ ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. അഞ്ജു, എന്റെ സ്വപ്നം എപ്പോഴാ സത്യാവുക? അതെങ്ങനെ ശരിയാവും രാം സാറേ? നമ്മുടെ കല്യാണം ഇവിടെ നിന്ന് ഇങ്ങനെ താലി കെട്ടിയാലൊന്നും ശരിയാവില്ല. നിങ്ങൾ പോയി എന്റെ ഏട്ടന്മാരെ മീറ്റ് ചെയ്യണം. അവര് സമ്മതിക്കണം. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ കല്യാണം നടക്കണം. അപ്പോ നിനക്ക് ഈ സ്നേഹം ഉണ്ടായത് ചേട്ടന്മാരുടെ പെർമിഷൻ ചോദിച്ചിട്ടാ? സ്നേഹം രണ്ട് മനസ്സുകളുടെ കാര്യമാണ്. പക്ഷെ കല്യാണം രണ്ട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? മുതിർന്നവരുടെ ആശീർവാദമില്ലാതെ എങ്ങനെ മുൻപോട്ടേക്ക് പോവാൻ കഴിയും? നിങ്ങൾ ഇങ്ങനെ പകൽക്കിനാവ് കാണുന്നതിന് പകരം ആദ്യം വന്നെ ഏട്ടന്മാരെ മീറ്റ് ചെയ്യേ. ബാക്കിയെല്ലാം അവര് നോക്കിക്കോളും. ചെല്ലട്ടെ. കല്യാണം കഴിക്കണമെങ്കിൽ ചേട്ടന്മാരുടെ അനുഗ്രഹം വേണമെന്ന്. ഹലോ. ചതിയനാടു ഞാൻ, ഹൃദയശൂന്യനാ, കൂടെ നിന്നു ഞാൻ, ഇനി എന്നെ വേണ്ടയോ? ചതിയോ? വാട്ട് നോൺസെൻസ്. ഈ പാട്ട് സീത എന്റെ മുഖത്ത് നോക്കി പാടിയാൽ അതിനൊരു അർത്ഥമുണ്ടെന്നെങ്കിലും വയ്ക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു വിധത്തിലും ചതി കാണിച്ചിട്ടില്ല, അല്ലേ? ഏൽപ്പിച്ച ജോലിയെല്ലാം നീറ്റായിട്ട് ചെയ്തില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? എടോ, തനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്ക. സീതയെ നീ കെട്ടിക്കുമെന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് എന്നെ ഇറക്കി. ഇപ്പം നിങ്ങളുടെ മകൻ റാമുമായിട്ട് ആ സീതയുടെ കല്യാണം നടത്താൻ പോവല്ലേ? ഇത് ശരിയാണോ? നാളെ എൻഗേജ്മെന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു. ആ റാമിന്റെ കൈകൊണ്ട് സീതയ്ക്ക് റിംഗ് അണിയിക്കുന്നതിന് മുന്നേ ഈ രാവണനെ കുറിച്ചൊന്ന് ആലോചിച്ചോ? സീത എപ്പോഴും ഈ രാവണന്റെ സ്വത്ത, അത് ഓർമ്മ വേണം. സ്റ്റോപ്പ് ഇറ്റ്. സീത ഈ വീട്ടിലെ മരുമകളാവാൻ പോവാ. അവൾ ഇവിടുത്തെ മരുമകളായിരിക്കുന്നത് വരെ അവളെ കുറിച്ച് നീ ചിന്തിക്ക പോലും വേണ്ട. ഷീസ് ഔട്ട് ഓഫ് യുവർ ലീഗ് നൗ. ഇനിയും നീ ഇത് കണ്ടിന്യൂ ചെയ്താൽ നീ എവിടെ നിന്നാണോ വന്നേ, നീ അവിടേക്ക് തന്നെ പോവേണ്ടി വരും. യു ആർ സ്മാർട്ട് ഇനഫ് ആർപി. ഇതെല്ലാം നീ ഇവിടെ വെച്ച് നിർത്തുന്നോ അതോ നീ ജയിലിലേക്ക് പോകുന്നോ? നിനക്ക് തീരുമാനിക്കാം. ഹലോ ഹലോ, എന്ത്? മരുമകളായിരിക്കുന്നത് വരെ എന്ന് വെച്ചാ? പാവം, കൺഫ്യൂസ്ഡ് ആയി കാണും ആർപി. സീതയെ തട്ടിക്കൊണ്ടു പോടാന്ന് പറഞ്ഞവള് തന്നെ ഇപ്പൊ അവൾക്ക് കാവല് നിൽക്കുന്നത് എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാവും. അമ്മ, ടയർഡായല്ലോ. ഇനി എത്ര ദൂരം ഉണ്ടാവും? എനിക്കിനി ഒട്ടും വയ്യ.
ഇനി 65 രൂപയും കൂടെ ബാക്കിയുള്ളൂ. ഇത് വെച്ച് ഞാൻ എങ്ങനെ വീട്ടിലെത്തും? ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടെ നിന്നാണെ വീട്ടിലേക്ക് നല്ല ദൂരമുണ്ട്. അത്രയും ദൂരം എന്തായാലും നടക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ഇത്രയും ദൂരം നീ എങ്ങനെ വന്നേ? ഫ്രണ്ട് പോസ്റ്റ്മാൻ അങ്കിളിനോട് ശ്രീരാം ദേശായിന്റെ വീട്ടില് ഡ്രോപ്പ് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാ വന്നത്. എന്റെ സിഹിമോളെ പോലെ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചാലോ? റാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. യാ, ലെറ്റ് മീ സീ. ആരെയും കാണുന്നില്ലല്ലോ. ബ്രദർ, നിങ്ങൾ MG റോഡിലേക്കാണോ? അല്ല, കബൻ പാർക്കിലേക്കാ. കബൻ പാർക്ക്. വെരി ഗുഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ഓക്കെ, വാ ബ്രോ. താങ്ക്സ് ബഡി. ചേട്ടന്മാരെല്ലാം നോക്കിക്കോളൂന്ന് പറഞ്ഞില്ല അഞ്ജു. അതെനിക്ക് വിഷമമായി. അപ്പോ ഞാൻ നിന്നെ നോക്കില്ലെന്നാണോ? എനിക്കൊന്നിനും കഴിയില്ലെന്നാണോ? കഴിയുമെങ്കിൽ നീ എനിക്ക് കുറച്ച് സമയം താ അഞ്ജു. ഞാൻ എത്ര കേപ്പബിൾ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തു തരാം. അത് കഴിഞ്ഞേ ഞാൻ നിന്റെ ചേട്ടന്മാരുടെ മുന്നിൽ വരും. എന്തേ രാംസാറിന് പറ്റിയത്? അഞ്ജു, കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. വാതിൽ തുറക്കുമോളെ. അമ്മ, എനിക്കാണോ കോഫി? ഏയ്, നിനക്കല്ല, അഞ്ജലിക്ക. ഓ, ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചോളാമേ. അല്ലേടി സുബലക്ഷ്മി? കുറച്ചല്ലേ ഉള്ളൂ. നിക്ക് ഒരു കപ്പ് കൂടി കൊണ്ടുവരാം. ഓയ് സുബലക്ഷ്മി, നീ ഇപ്പൊ ഈ ഡോർ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഈ കോഫി ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കുവേ. എടി സുബലക്ഷ്മി, ഡോർ ഓപ്പൺ ചെയ്യ്. അഞ്ജു, ദാ നല്ല ചൂടുള്ള കോഫി. വേണ്ട ചേച്ചി, നിങ്ങൾ കുടിച്ചോളൂ. എന്താടി, എന്തു പറ്റി? വയ്യ നിനക്ക്? അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി, ഞാൻ ഓക്കെ. നല്ല ടയേർഡാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വർക്ക് സ്ട്രെസ്സാ? ചെറിയൊരു തലവേദന. തലവേദനയോ? എന്നാ പിന്നെ കോഫി വേണ്ട, കഷായം ഉണ്ടാക്കി കൊണ്ടുവരാം. കുടിച്ചിട്ട് കിടന്നാ എല്ലാം ശരിയാവും. വേണ്ടമ്മേ. കഷായം വേണ്ടെന്നോ? കഷായം വളരെ ഇഷ്ടമല്ലേ നിനക്ക്? ഏയ്, നാളെ സീതയുടെ രാമന്റെ എൻഗേജ്മെന്റ് അല്ലേ? പനിയൊന്നും വരാത്ത നോക്കിക്കോ. വല്ല കഷായോ ടാബ്ലറ്റോ ഒക്കെ കഴിച്ച് രാവിലെ ആവുമ്പോഴേക്കും ഓക്കെ ആവ്. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ ആയിക്കോളും. നല്ല കോഫിയാണ് കേട്ടോ അമ്മേ. എടി, സാധന, സാധന. ചേച്ചി, ആരാ എന്റെ റൂമിൽ കയറിയത്? എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ആരാ എന്റെ റൂമിൽ കയറിയത്? ഞാനാ കയറിയത്. സത്യ, നീയോ? എന്തിനാടാ? മാറ്റർ സിമ്പിളാ. ഇപ്പൊ നാളെ വാണി ചേച്ചിയുടെ ആഭരണങ്ങൾ മൊത്തം സീതയ്ക്ക് കൊടുക്കണ്ടേ? നിന്റെ ഭാര്യ എന്തായാലും കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ടുപോയി കൊടുത്തേക്കാന്ന് കരുതിയതാ. റൂം മൊത്തം അരിച്ചു പെറുക്കി, പക്ഷെ ലോക്കറിന്റെ കീ മാത്രം കിട്ടിയില്ല. അപ്പൊ ഒരു ക്ഷീണം തോന്നിയപ്പോ ഇവിടെ ഒന്ന് ഇരുന്നേ ഉള്ളൂ. നിന്റെ കെട്ടിയൊരു തലയ്ക്ക് വട്ടാണോ? വീട്ടിലേക്ക് വരുന്നവളെ എങ്ങനെ നോക്കണോന്ന് ഇവൻ പറഞ്ഞിട്ട് വേണം ഞാൻ മനസ്സിലാക്കാൻ. വായടച്ച് എഴുന്നേറ്റ് പോവാൻ പറ. ഏട്ടാ, നിങ്ങളൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ. മാറി നിൽക്കണേ ഇങ്ങോട്ടും. നീ എപ്പോഴും എന്റെ വാ മാത്രം അടുപ്പിക്കാൻ നോക്കുന്ന എന്തിനാന്ന്? ഈ വീട്ടിൽ നടക്കുന്ന അനീതികളൊന്നും ആരും കാണുന്നില്ലേ? അല്ല പിന്നെ അവിടെ
അലറാൻ നിൽക്കണ്ട. നീ ഇങ്ങനെ അലറി വിളിച്ചാ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരും. അല്ല സത്യ, നാളെ രാവിലെ എൻഗേജ്മെന്റ് വെച്ചിട്ട് നീ എന്താ ഈ കിടന്ന് കാണിക്കുന്നേ? പോയി ഉറങ്ങാൻ നോക്ക്. അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലേ? വരട്ടെ. അതുവരെ ഞാനിങ്ങനെ അലറിക്കൊണ്ടിരിക്കും. ഹലോ ഹലോ, അച്ഛൻ വന്നിട്ട് എന്താ പറയാന്നറിയോ? അച്ഛനും വാണി ചേച്ചിയുടെ ആഭരണങ്ങള് സീതയ്ക്ക് കൊടുക്കാനല്ലേ പറയൂ. വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ ഇത് നീ വെച്ചോ. താങ്ക് യു സർ. വെൽക്കം ബഡി. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാ പറയാറ്. സോ സീതാ മേഡം പറഞ്ഞ ബജറ്റ് പ്രകാരം 5 രൂപ ബാക്കി വന്നിട്ടുണ്ട്. സോ പ്രൗഡ് ഓഫ് യു റാം. The most valuable money. ഹായ്. എന്താ എല്ലാവരും എൻ്റെ എൻഗേജ്മെന്റ് എങ്ങനെ നടത്തണമെന്ന് പ്ലാൻ ചെയ്യാം. അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നൊരു ദിവസം മുഴുവൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ജസ്റ്റ് 400 രൂപ വെച്ച് ഞാൻ ജീവിച്ചു. അറിയോ? ആൻഡ് ഗെസ് വാട്ട്, ആക്ച്വലി 395 റുപ്പീസ്. 5 രൂപ ബാക്കി വന്നിട്ടുണ്ട്. എന്തിനാണോ ആലോചിക്കുന്നത്? ആക്ച്വലി എനിക്ക് സീതയുടെ അടുത്ത് പ്രൂവ് ചെയ്യണമായിരുന്നു. ഒരു ദിവസം മുഴുവൻ വെറും 400 രൂപ കൊണ്ട് ജീവിച്ചു. ആൻഡ് ഐ ഹാഡ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് കേട്ടോ. It's called as money management at its peak. You guys also should try it. ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ കയ്യിലുള്ള ബജറ്റ് 400 രൂപയല്ലേ. രാവിലെ എഴുന്നേറ്റ് റെഡിയായ ഉടനെ കാറിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ കാർ എടുത്താൽ എന്റെ ബജറ്റ് വർക്കൗട്ട് ആവില്ല, ഓവർ ദ ബജറ്റ്. സോ കാർ ക്യാൻസൽ. എന്നിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. സൈക്കിൾ എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 3 to 4 hours ആവും. സോ ടൈം മാനേജ്മെന്റ്. അതുകൊണ്ട് സൈക്കിളും ക്യാൻസൽ. അത് കഴിഞ്ഞ് ക്യാബ് ബുക്ക് ചെയ്യാമെന്ന് കരുതി. ആപ്പില് 550 റുപ്പീസ് കാണിച്ചു. സോ ഓവർ ദ ബജറ്റ്. സോ ക്യാബും ക്യാൻസൽ. അത് കഴിഞ്ഞ് ഓട്ടോ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ 290 റുപ്പീസ് കാണിച്ചു. പിന്നെ ബാലൻസ് 110 റുപ്പീസ്. 110 രൂപ വെച്ചിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് എന്തായാലും വീട്ടിലേക്ക് വരാൻ പറ്റുകയില്ല. സോ ഓട്ടോയും ക്യാൻസൽ ചെയ്ത് ബസ്സിന് പോകുന്ന കരുതി ബസ് സ്റ്റോപ്പ് വരെ ഞാൻ നടന്നുപോയി. 45 രൂപയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു എൻ്റെ ഇടയ്ക്ക്. അതും കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് അഡ്രസ്സും ചോദിച്ചു ഞാൻ പോയി. ബട്ട് നമ്മുടെ ഓഫീസ് ടൈം വെച്ചിട്ട് എന്തായാലും എനിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബസ്സിൽ പോയി കഴിഞ്ഞാൽ മിനിമം 2 to 3 hours ആവും. സോ അതൊന്നും വർക്കൗട്ട് ആവില്ലെന്ന് കരുതി ഡയറക്റ്റ് ഞാൻ ഓട്ടോ വിളിച്ചു. 290 റുപ്പീസ് ഞാൻ കൊടുത്തു. ദെൻ ഐ കെയിം ബാക്ക്. എല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഡെലിവറി ബോയെ കണ്ടു. അവൻ എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു തന്നു. അങ്ങനെ 60 റുപ്പീസ് ഞാൻ അവന് കൊടുത്തു. പിന്നെ പോയിട്ട് 5 രൂപ ബാക്കിയുണ്ട്. ഗ്രേറ്റ് അല്ലേ? എന്താ അപ്പു ഇത്? നാളെ നിന്റെ നിശ്ചയാണ്. എന്നിട്ട് നീ 400 രൂപയ്ക്ക് ജീവിക്കാൻ പഠിച്ചു എന്നൊക്കെ ഞങ്ങളോട് വന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ലടാ. നോക്ക്, യു നീഡ് എ പ്രോപ്പർ റെസ്റ്റ്. ചെല്ലെ, പോയി റെസ്റ്റ് എടുക്ക്, കിടന്നുറങ്ങ്. ഷോ മേമ്മ, ഇന്ന് തൊട്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ചെറിയ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് കടം വാങ്ങിയതാ. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങളുടെ ഈ കടം ഇൻസ്റ്റാൾമെന്റ് വൈസിൽ തീർക്കുന്നതാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് ചെറിയ. താങ്ക് യു സോ മച്ച്. എനിവേ, ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ് എവരിവൺ.
അവൻ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങും. പക്ഷേ ഇന്ന് ഇവിടെ ചിലരുടെയൊക്കെ ഉറക്കം എന്റെ പൊന്നണ്ണ ഒന്ന് നിർത്തണം. ഇതെന്ന് നോക്കിയേ, വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാൻ നിൽക്കണ്ട, ഉറങ്ങാൻ നോക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ എന്റെ ചേട്ടനാ, അപ്പൊ പറയുന്നത് പോലെ. പക്ഷെ ആള് കൂടി കഴിയുമ്പോ നീ പെണ്ണുമ്പിള്ളയുടെ പക്ഷ. നിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ നീ എന്റെ പക്ഷ. അതുകൊണ്ട് നീ ഒറ്റയ്ക്കുള്ളപ്പോ ഞാൻ സംസാരിച്ചോളാം കേട്ടോ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ. ബാ. ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ വട്ടുകളാ. ഇവൻ ഇങ്ങനൊരു വട്ടാണെങ്കിൽ രാമൻ അങ്ങനെ ഒരു വട്ട്. ഛേ, ഒന്ന് സമാധാനായിട്ട് ഉറങ്ങാൻ അനുവദിക്കില്ല ആരും എന്നെ. ഇത് വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ചേച്ചിക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇനി ഇത് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരും. ഇഷിത എവിടെയാണ്? ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ട് എത്ര നേരമായി എന്നറിയോ? ഡ്രസ്സിന് വേണ്ടി കാത്തിരിക്കൊന്ന് വേഗം വാ. ഓക്കെ ചേച്ചി റെഡിയായി. ഓ വാവ്, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ സാധന. താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടാവും. ചേച്ചി ഒരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞാ എനിക്കത് ഒത്തിരി സന്തോഷവും. നീ എന്താ മിടിക്കയല്ലേ? യു ആർ സോ ടാലന്റഡ്. നോക്ക്, നിന്റെ ക്രിയേറ്റിവിറ്റിയുടെ തലയെടുപ്പോട്ട് നിൽക്കുന്നു. താങ്ക് യു ചേച്ചി. എന്താ ചേച്ചി ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? നമ്മുടെ റാമിന്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ടാണോ? ഒരുപാട് നാളിന് ശേഷം ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാ. സന്തോഷല്ലേ? നമ്മുടെ അപ്പുവിന്റെ എൻഗേജ്മെന്റ്, അതും അവന് ഇഷ്ടപ്പെട്ട സീതയുമായിട്ട്. സന്തോഷം ഇല്ലാതിരിക്കോ? ചെല് എല്ലാം ഒന്ന് വേഗം അറേഞ്ച് ചെയ്യാൻ നോക്ക്. ആ ചേച്ചി. എന്തൊക്കെ ചെയ്യണം ഈ ഭാർഗവി? ശരി, ആയിക്കോട്ടെ. ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നടക്കാൻ ഇത്തരം വെല്ലുവിളികൾ നീ